ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്, പൊതുഭരണം. അപ്പൊ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് പൊതുഭരണം. ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുള്ളതാണ് ഗ്ലാഡൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ പൊതുവായിട്ടുള്ള ഭരിക്കുക, കോമൺ ആയിട്ട് ഭരിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഭരിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇതാണ് ഗ്ലാഡൻ പറഞ്ഞത്. ഗ്ലാഡൻ എന്താ പറഞ്ഞ? പൊതുഭരണം എന്ന് വെച്ചാല് ഗവൺമെന്റിന്റെ ഭരണമാണ് എന്നാണ് ഗ്ലാഡൻ പറഞ്ഞത്. ഓക്കെ ആണ്. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത്, രാജ്യത്ത്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, ഗവൺമെന്റിന്റെ നയപരിപാടികൾ, വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങൾ, മനുഷ്യ വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയാം. ഇപ്പോ നമുക്ക് നല്ല മികച്ചൊരു റോഡ് നൽകുന്നു, മികച്ച ഒരു പാലം പണിയുന്നു, മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നു. ഇതൊക്കെയല്ലേ ഗവൺമെന്റ് നമുക്ക് തരുന്നത്. അപ്പൊ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുണ്ടല്ലോ, ഇങ്ങനെ രീതി നടക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം, നിയമങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ നയപരിപാടികളുണ്ട്, ഇന്ന കുറെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, വികസന പദ്ധതികളുണ്ട്. അപ്പൊ ഇതൊക്കെ നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങള്, അതുപോലെ തന്നെ മനുഷ്യന്റെ വിഭവങ്ങൾ, ജോലിക്കാരെയൊക്കെ വെച്ചിട്ട് ഗവൺമെന്റ് ജോബുകാരുണ്ട്, അതൊക്കെ വെച്ച് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോ ഈ ഭരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് പുറകിലുണ്ട് അല്ലെ. നമ്മളെല്ലാം ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നത് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നിർവചനം, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ പൊതുഭരണം എന്ന് വെച്ചാല് ഗവൺമെന്റ് ഭരണമാണ്, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, ഗവൺമെന്റിന്റെ നയപരിപാടികൾ, വികസന പദ്ധതികൾ, ഇതൊക്കെ നടപ്പിലാക്കുന്നു, മനുഷ്യ വിഭവങ്ങളൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. എന്താണ് ഇവരുടെ മെയിൻ ലക്ഷ്യം? ജനക്ഷേമമാണ്, ജനങ്ങളുടെ നന്മയാണ്, ജനങ്ങളെ സേവിക്കുകയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ഗവൺമെന്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നു. അപ്പൊ ഭരണരീതിക്ക് അനുസരിച്ച് മാറ്റമുണ്ട്. ഓരോ പാർട്ടിക്കാർ വരുമ്പോൾ ഓരോരോ നിയമങ്ങളും നടപടികളും ഒക്കെ കൊണ്ടുവരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ. ജനസേവനമാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം, ജനങ്ങൾക്ക് നന്മ വരുന്ന പല കാര്യങ്ങളും ഇവര് കൊണ്ടുവരും. അപ്പൊ രാജഭരണകാലമായിരുന്നെങ്കിൽ രാജാവിന്റെ താല്പര്യത്തിനായിരുന്നു പ്രാധാന്യം, രാജാവിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകും, വേറെ ആരുടെയും നന്മയോ ഒന്നും നോക്കത്തില്ല, എതിർക്കുന്നവരെ ചിലപ്പോൾ കൊല്ലും. പക്ഷെ ഇവിടെ അങ്ങനല്ല. പൊതുഭരണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ താല്പര്യമാണ് ഇവിടെ വരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയാണെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. ജനാധിപത്യ ഭരണം കൂടുതലും ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരാള് മലയിൽ കയറിയിരുന്നു അല്ലെ, അറിയത്തില്ലേ, സാബു. പക്ഷെ അയാളെ ലക്ഷങ്ങൾ ചെലവാക്കി ഗവൺമെന്റ് സേവ് ചെയ്തു. കാര്യം ജനങ്ങളുടെ ക്ഷേമമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഗവൺമെന്റിന് ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം എഫേർട്ട് എടുത്ത് ആ ജീവനെ രക്ഷിക്കുക. അല്ലാതെ ഇത്ര ലക്ഷം രൂപയാകും, നീ അത് തരാമെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം, അങ്ങനെയാണ് അവിടെ നിന്ന് അനൗൺസ് ചെയ്തത്. അല്ല, എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയെ രക്ഷിക്കുകയാണ്. ഇപ്പൊ കിണറിൽ ഒരാൾ വീണു, ഓടിപ്പോയി എന്താണ് നമ്മുടെ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് രക്ഷിക്കും. അതായത് ഇപ്പൊ അയാൾ ആത്മഹത്യക്ക് ചാടിയതാണ്, അയാൾക്ക് മരിച്ചാൽ മതി, അതല്ല. നമ്മൾ ഒരു ജീവനെ മാക്സിമം രക്ഷിക്കും. ഇപ്പൊ ജനങ്ങളെ എല്ലാരെയും എന്ത് ചെയ്യുകയാണ്? രക്ഷിക്കലാണ് മെയിൻ ആയിട്ടുള്ള ധർമ്മം. പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മികച്ച സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുകയാണ്. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥ എന്ന് വെച്ചാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രധാനം. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണ്? പൊതുഭരണം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആയിരിക്കും നയങ്ങൾ രൂപപ്പെടുത്തുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിച്ച് ഇവരായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ജനക്ഷേമമായിരിക്കും ഇവരുടെ ലക്ഷ്യം. അപ്പൊ ഇവര് ഓരോന്നും, ഗാന്ധിജി പറഞ്ഞ എന്താ, നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ആലോചിക്കണം, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഒരു പാവപ്പെട്ടവന് എങ്ങനെ പ്രയോജനം ചെയ്യും, എന്നിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പൊ ജനക്ഷേമമാണ് ലക്ഷ്യം. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും, സാധനങ്ങള് സേവനങ്ങള് ലഭ്യമാക്കും, അവശ്യ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ലഭ്യമാക്കി കൊടുക്കണം. കരിഞ്ചന്തയൊക്കെ എടുത്തു കളയും, കരിഞ്ചന്തയൊന്നും സമ്മതിക്കത്തില്ല. അവർക്ക് വേണ്ട, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അവശ്യ സാധനങ്ങളും അവരുടെ മുന്നിൽ എത്തിക്കും.
അപ്പൊ ഗാന്ധിജി പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കണം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കണം. എന്നിട്ട് മാത്രമേ ചെയ്യാവൂ. ഇപ്പൊ ഇവര് പുതിയ ഗവൺമെന്റ് വന്നിട്ട് വലിയൊരു പാലം പണിയാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു തുരങ്കം പണിയാൻ തീരുമാനിച്ചു, അതല്ലെങ്കിൽ ഒരു പുതിയൊരു റെയിൽ, ഇപ്പൊ സിക്കിമിൽ ഒരു റെയിൽ വന്നു. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവര് കോടികൾ ചിലവാക്കുന്നു. ഒരു പ്രതിമ നിർമ്മിച്ചു. അപ്പൊ കോടികൾ ചിലവാക്കുമ്പോൾ ഇവർ ആലോചിക്കണം, ഞാൻ ഈ കോടികൾ ചിലവാക്കുന്നത് ഒരു പാവപ്പെട്ടവന് എങ്ങനെ ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇപ്പൊ റെയില്, റോഡ്, പാലം, തുരങ്കം, ഇതൊക്കെ പാവപ്പെട്ടവന് പ്രയോജനമുണ്ട്, അതിലേക്കൂടെ പോകാം അല്ലെ. അപ്പോ ഓരോ പൈസയും ഓരോ മനുഷ്യരുടെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഒരു നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. ഇനി കൂടുതൽ പരിഗണന, പരിരക്ഷ വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പൊ ഗാന്ധിജി പറഞ്ഞത് എന്താണ്? കൂടുതൽ പരിഗണന വേണ്ടവരുണ്ട്. നമുക്കറിയാം, ഈ ഗവൺമെന്റിന്റെ സഹായം കൊണ്ട്, അല്ലെ, ഗവൺമെന്റ് സഹായം കൊണ്ട് വീട് വെച്ചു കൊടുക്കും, ബാത്റൂം ഒക്കെ പണിഞ്ഞു കൊടുക്കുന്നവരുണ്ട്. പിന്നെയോ ഗവൺമെന്റ് സഹായം കൊടുക്കുന്ന, ഇപ്പൊ ജോലി ഇല്ലാത്തവർക്ക് സഹായം, ആശ്വാസ കിരണം പോലുള്ള കിടപ്പ് രോഗികൾക്ക് പൈസ, അങ്ങനെ ഒരുപാട് പദ്ധതികൾ, വിധവകൾക്ക് പൈസ, കുട്ടികളെ സംരക്ഷിക്കുന്നു, അങ്ങനെ ഒത്തിരി രക്ഷിക്കുന്ന പരിപാടികൾ ഗവൺമെന്റിനുണ്ട് അല്ലെ. നമുക്ക് തന്നെ എന്താണ്, റേഷൻ കടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തരുന്നു. അപ്പൊ പരിഗണന വേണ്ടവരെ പരിഗണിക്കണം, പരിരക്ഷ വേണ്ടവരെ രക്ഷിക്കണം. അപ്പൊ ഇങ്ങനെ സമൂഹത്തില് ഗവൺമെന്റിന്റെ കരുതൽ വേണ്ട ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കണം, സംരക്ഷിക്കണം എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. ഇനി ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ചു. അപ്പൊ എക്സാമിന്റെ ഒരു ചോദ്യമാണ്, ഗ്രാമ സ്വരാജ് ആരുടെ ആശയമാണ്? നമ്മുടെ ഉത്തരം ഗാന്ധിജിയുടെ ആശയമാണ്. ഇതിന്റെ ഫലമായിട്ടാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അപ്പൊ ഇനി നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസിയെ കുറിച്ചാണ് നോക്കുന്നത്. ജനക്ഷേമമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കണം. അപ്പൊ ഗവൺമെന്റ് ഭരണ നിർവഹണത്തിൽ സഹായിക്കാൻ, അത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, കുറച്ച് മന്ത്രിമാരുണ്ട്. ഇവർ മാത്രം ഇരുന്ന ഭരണം നടക്കുമോ? ഇവർക്ക് ഓരോ മേഖലയിലേക്കും പോയി സംസാരിച്ച് ഈ ഇത്രയും കോടി ജനങ്ങളെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഓരോ ഉദ്യോഗസ്ഥരിലൂടെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വരെ വ്യാപിച്ചു കിടക്കുന്ന പൊതുഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പൊ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ പൊതുഭരണ ശൃംഖല ചലനാത്മകമാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. 1, പൊതുഭരണ മേഖല ചലനാത്മകമാക്കുന്നു. 2, ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. 3, ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം ശരിയാണ്. ക്ലിയർ അല്ലേ? അടുത്തത്, നമ്മുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. വൃന്ദം എന്ന് വെച്ചാൽ കൂട്ടം എന്നല്ലേ? പറ്റം, കൂട്ടം, വൃന്ദം, ഇതെല്ലാം ഒരു അർത്ഥമല്ലേ? അപ്പോ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു, പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്തിന്റെ ഭൗതികമായ വിഭവങ്ങൾ, മനുഷ്യ വിഭവ ശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. അപ്പൊ മനുഷ്യനൊക്കെ, നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ, നമ്മുടെ ഒരു മൗലിക കടമയാണ് ബുദ്ധിപരമായി ശാസ്ത്രീയ രീതിയിലൊക്കെ ചിന്തിച്ച് നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി രാഷ്ട്രത്തിനെ അഭിവൃദ്ധിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രാഷ്ട്രത്തിനെ ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അപ്പൊ മനുഷ്യ വിഭവശേഷിയും ഭൗതിക വിഭവങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തണം, രാഷ്ട്രം എന്നാലേ പുരോഗമിക്കും. ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കണം, നടപ്പിലാക്കണം. ഇതൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കുറച്ച് സവിശേഷതകളുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പൊ 5 സവിശേഷതകൾ പറയുന്നുണ്ട്. 1, ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഈ 5 വേണ്ടത്. നമുക്കറിയാം, ശ്രേണീപരമായ സംഘാടനം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷൻ നോക്കുക, കോൺസ്റ്റബിൾ ഉണ്ട്, SI ഉണ്ട്, പിന്നെ ഇങ്ങനെ മുകളിലോട്ട് DGP അല്ലെ, അങ്ങനെ പല പല തസ്തികയുണ്ട്. പട്ടാള ക്യാമ്പിലും അങ്ങനല്ലേ വലിയ 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 ആളുകൾ കാണാം.
അങ്ങനെ ഏതൊരു ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് കാണത്തില്ലേ, LGS ഉണ്ട്, LDC ഉണ്ട്, പിന്നെ സീനിയർ LDC വരുന്നു അല്ലെ, പിന്നെ തഹസിൽദാർ, അതുപോലെ വില്ലേജ് ഓഫീസർ, അങ്ങനെ കളക്ടർ, ഇങ്ങനെ ഓരോ ശ്രേണിപരമായ സംഘാടനം നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളിലോട്ട് പോയാൽ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ്, പിന്നെ AU, അങ്ങനെ DPO എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഉണ്ട്. ഏതൊരു ഓഫീസ് നോക്കിയാലും നമുക്കൊരു സംഘാടനം കാണാൻ പറ്റും. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കാണും, താഴെ തലങ്ങളിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരും കാണും. ഇതാണ് ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത്. ഉയർന്ന ഒരാൾ കാണത്തുള്ളൂ, താഴോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് കാണും, പല പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പൊ ഈ മെയിൻ ആള് പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കണം. അപ്പൊ ആ ഒരു ഹെഡ് ആരാണ്, ബാക്കിയുള്ള ആളുകൾ എങ്ങനെയാണ്, അതൊക്കെ നമുക്കറിയാം. സ്ഥിരത എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നത്, പറഞ്ഞു വിടത്തില്ല. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്ക് അപ്പോഴേ പറഞ്ഞു വിടും അല്ലെ. നമുക്ക് കുറച്ച് ലീവ് എടുക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ അവർ പറഞ്ഞു വിട്ട് കളയും. അവരുടെ ഫിനാൻസ് കുറയുന്നു എന്ന് കാണുമ്പോൾ അവർ പറഞ്ഞു വിടും. എപ്പോഴാണോ പറഞ്ഞു വിടുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമാണ്, നിയമിക്കപ്പെട്ടാൽ ഇത്ര പ്രായമുണ്ട്. ഇപ്പോ എന്ന് പറയുന്ന ഒരു 57 വയസ്സ് വരെ എന്താണ് നമുക്ക് ജോലി ചെയ്യാം. 56, 55 ടു 56 ഇപ്പൊ. അപ്പൊ 56 വയസ്സ് വരെ നമുക്ക് ജോലി ചെയ്യാം. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ്. നമുക്കറിയാം 10th ലെവൽ എക്സാം, +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം, ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ ജോലിക്ക് ഇപ്പൊ ഒരു ഡോക്ടർ ആകണമെങ്കിൽ MBBS പാസ്സായിരിക്കണം. ഇനി ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എന്ത് പാസ്സാവണം, BTech പാസ്സായ ഒരാൾക്ക് എഞ്ചിനീയർ ആകാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഓരോന്നിലും ഓരോ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അത് അടിസ്ഥാനമാക്കിയാണ് ആ ആളെ ജോലിയിൽ എടുക്കുന്നത്. ഇനി രാഷ്ട്രീയ നിഷ്പക്ഷത. നമുക്കറിയാം ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ കയറി കഴിഞ്ഞാൽ അയാൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന 5 വർഷം മിണ്ടാതിരിക്കും, ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രാഷ്ട്രീയപരമായി നിഷ്പക്ഷമായിരിക്കണം. എന്റെ ഉള്ളിലൊരു പാർട്ടി ഉണ്ടെങ്കിലും എന്റെ ഹെഡായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഒക്കെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഉയർന്ന ആളുകളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും തന്നെ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ജനങ്ങളെ സേവിക്കുകയാണ്, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അധികാരത്തിൽ ആര് വന്നാലും നമ്മൾ കൃത്യമായി നമ്മളുടെ ജോലി ചെയ്യണം. കക്ഷി താല്പര്യങ്ങൾ നമ്മൾ കാണിക്കാൻ പാടില്ല. ഇനി വൈദഗ്ധ്യം, പ്രൊഫഷണലിസം വേണം. ഇപ്പൊ ഒരു ഡോക്ടറാണ്, MBBS ഒക്കെ പഠിച്ചു, പക്ഷെ പ്രത്യേകിച്ച് ബ്ലഡ് കണ്ട തലയിറങ്ങി അപ്പോഴേ വീഴും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റുമോ? അല്ല. ആ ഒരു ജോലിയോട് എന്ത് ചെയ്യണം, ഒരു കൂറും അത് ചെയ്യാനുള്ള ഒരു കഴിവും ഒക്കെ വേണം. ഇനി ഒരു അധ്യാപകനാണ്, എന്ത് കഴിഞ്ഞു, TTC ഒക്കെ കഴിഞ്ഞു, B.Ed ഒക്കെ കഴിഞ്ഞു, ടെറ്റും ഒക്കെ കിട്ടി, ജോലിയിലും കയറി, PSC എഴുതി, പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാൻ അറിയത്തില്ല. കാര്യമുണ്ടോ? ഇല്ല. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ? അപ്പൊ അങ്ങ് മാത്രമേ അധ്യാപകനായിട്ടിരിക്കാൻ പറ്റൂ. അപ്പൊ ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. വിദഗ്ധരായിട്ടുള്ളവർ മാത്രമേ ആ തൊഴിലിൽ മുന്നോട്ട് പോകാൻ അർഹതയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രേണീപരമായ സംഘാടനം, പിന്നെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ശ്രേണീപരമായ സംഘാടനം പിടികിട്ടി. പിന്നെ രാഷ്ട്രീയ നിഷ്പക്ഷത വേണം എന്ന് പിടികിട്ടി. വൈദഗ്ധ്യം വേണം, പിന്നെ ഒരു വിദ്യാഭ്യാസ യോഗ്യത വേണം എന്നും മനസ്സിലായി. ക്ലിയർ അല്ലേ? വൈദഗ്ധ്യം, രാഷ്ട്രീയ നിഷ്പക്ഷത, യോഗ്യത, സ്ഥിരത, ശ്രേണിപരമായ സംഘാടനം, ഇതാണ് നമ്മുടെ പൊതുവായ സവിശേഷതകൾ. എന്താണ് ഉദ്യോഗസ്ഥർ എന്ന് പിടികിട്ടിയില്ലേ? ബ്യൂറോക്രസി. അപ്പോ നമ്മൾ ചലനാത്മകമാക്കുന്നു, സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നു. നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥ സമൂഹമാണ്. ഇതിനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഇങ്ങനെ പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് സർവീസിൽ നിയമനത്തിന് വേണ്ടി നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ, അപ്പോ അതുപോലെ തന്നെ മത്സര പരീക്ഷ നടത്തുന്നു, അഭിമുഖം നടത്തുന്നു, യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നു, ഓഫീസുകളിൽ നിയമിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ക്ലിയർ ആണ്? അപ്പൊ ഈ ഇന്ത്യയിലെ മുഴുവനായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ഇവരെല്ലാരെയും കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ പലർക്കും IAS-കാരെയാണ് ഓർമ്മ വരുന്നത്, കളക്ടേഴ്സിനെയാണ്. അതല്ല, നമ്മുടെ എല്ലാം, നമ്മളൊരു LGS ആവട്ടെ, നമ്മളൊരു LDC ആവട്ടെ, നമ്മളെല്ലാം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഈ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയി തിരിക്കുന്നു. 1, 2, 3. ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. കേന്ദ്ര സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ്. സ്റ്റേറ്റ് സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ്. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയി തിരിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ്, ഒരുപാട് എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം. അഖിലേന്ത്യ എന്ന് പറയുമ്പോൾ ദേശീയതലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്.
കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ഇവരെ നിയമിക്കും. അപ്പോ ദേശീയ തലത്തിലായിരിക്കും, ഓൾ ഇന്ത്യ ലെവൽ എക്സാം എഴുതിയാണ് ഇവരെ കയറുന്നത്. ഇവരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമിക്കും, സ്വന്തം സംസ്ഥാനത്ത് വേണമെങ്കിൽ നിയമിക്കും. അപ്പൊ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കും. എക്സാമ്പിൾ ആണ് IAS. അപ്പൊ ചിലർ സ്വന്തം സ്ഥലത്ത് കളക്ടറായിട്ട് വരത്തില്ലേ, ചിലർ വേറെ വേറെ സംസ്ഥാനങ്ങളിലായിരിക്കും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇനി IPS, ഇന്ത്യൻ പോലീസ് സർവീസ്, IAS IPS ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലായിരിക്കും ഇവരെ നിയമിക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റ് മാത്രം അണ്ടറിലുള്ളതാണ് ഇവരെ നിയമിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ സംസ്ഥാന സർവീസിലുള്ള, ഇപ്പോൾ ജില്ലാ കളക്ടർ, നമുക്ക് കൊല്ലത്തിനൊരു ജില്ലാ കളക്ടർ വേണം, അവിടെ ആയിരിക്കും ചിലപ്പോൾ നിയമിക്കുന്നത്. ഇവിടെ അങ്ങനല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കുറെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ മാത്രമായിരിക്കും ഇവർക്ക് നിയമനം വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ റെയിൽവേ കേന്ദ്ര ഗവൺമെന്റ് കയ്യിലല്ലേ, പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലല്ലേ, ഇനി ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്. എന്നാൽ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് IFS, അത് ഇപ്പുറത്താണ്, അഖിലേന്ത്യാ സർവീസ് ആണ്. അപ്പൊ ഇന്ത്യൻ ഫോറിൻ സർവീസ് കേന്ദ്ര സർവീസ് ആണ്. അടുത്തത് സംസ്ഥാന സർവീസ് ആണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഓരോരോ സംസ്ഥാന ഗവൺമെന്റും തിരഞ്ഞെടുക്കും. ഛത്തീസ്ഗഡ് PSC ഉണ്ട്, രാജസ്ഥാൻ PSC ഉണ്ട്. അവരെല്ലാവരും ഓരോ സംസ്ഥാനക്കാരും തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവരുടെ സംസ്ഥാനങ്ങളെ മാത്രമായിരിക്കും സേവിക്കുന്നത്. സെയിൽ ടാക്സ് ഓഫീസർ, LGS, LDC, LSGS, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ കേന്ദ്ര സർവീസും അഖിലേന്ത്യാ സർവീസും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അവരല്ലേ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നവർ, UPSC ആണ്. ഈ UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്ക് ഉണ്ട്. എക്സാം നടത്തും, 1, 2, 3, 4 എക്സാം, അതുപോലെ തന്നെ അഭിമുഖം, ഇതെല്ലാം ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് എക്സാം എഴുതി കിട്ടുന്നത് UPSC. അപ്പോൾ രാഷ്ട്രപതി ആയിരിക്കും. ഈ UPSCയുടെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടറാണ്. IAS കേഡറിലുള്ളവരെയാണ് കളക്ടർ ആക്കുന്നത്. UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയാണ് അല്ലെ. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദം മാത്രം മതി, ജസ്റ്റ് ഒരു ഡിഗ്രി ഉള്ളവർക്ക് അയക്കാൻ പറ്റും. അപ്പോൾ മത്സര പരീക്ഷ, അഭിമുഖം, ഉയർന്ന റാങ്ക് കിട്ടുന്നവർക്ക് IAS കിട്ടും. ഉയർന്ന പോലീസ് മേധാവി IPS ഇതേ പരീക്ഷയിലൂടെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതാത് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ആണ്, PSCകളാണ്, സ്റ്റേറ്റ് PSCകളാണ്. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. കേരള PSCയുടെ സ്ഥിരം ചോദ്യമാണിത്. നമ്മുടെ UPSC ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ കേരളത്തിന്റെ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളുടെ PSC ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്നതാണ്. ഇതും ചോദ്യമാണ്. ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ പരാമർശിക്കുന്ന ആർട്ടിക്കിളുകൾ ഉള്ള സ്ഥാപനമല്ലേ PSC UPSC ആണ്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് PSC UPSC വിളിക്കുന്നത്. ഇതും എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ കണ്ടു. ശ്രേണീപരം, സംഘാടനം, ഭരണ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാലതാമസം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ നമുക്കറിയാം ജോലി നടപടി അല്ലെ കുറച്ച് പാടാണ്, താമസം വരുന്നുണ്ട് അല്ലെ. ഇനി ഭരണ നവീകരണം, ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റ് പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ചു. അപ്പൊ ഭരണ നിർവഹണം, കാര്യക്ഷമത കൂട്ടണം, സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കണം. അപ്പൊ ഒരു പാലം പണിയാൻ തീരുമാനിച്ചു, 15 വർഷമൊക്കെ എടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണമുണ്ടോ? തുടങ്ങി, ഇനി എന്തെങ്കിലും തീരും, അങ്ങനെയാണോ? 2 വർഷം, 1 വർഷത്തിനുള്ളിൽ പെട്ടെന്ന് തീർക്കുക, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം അല്ലെ. റോഡ് പണി ഇപ്പൊ നടക്കുന്നു, വളരെ പെട്ടെന്ന് തീർക്കുക, ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം. അല്ലാണ്ട് ഇങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ കാലത്തായിരിക്കും ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് നമുക്ക് അതിന്റെ ഒരു ഫലം, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫലം നമ്മൾ കാണണം. പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ആ വികസനങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകണം അല്ലെ. അപ്പൊ ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി എത്താനും പറ്റണം. ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, PSCയോ അല്ലെ എവിടെയെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ. അപ്പോൾ നമുക്കൊരു 10 ദിവസത്തിനുള്ളത് കിട്ടേണ്ടതാണ്. പക്ഷെ അവർ 2 വർഷം കഴിഞ്ഞിട്ടാണ്, അല്ലെ 1 വർഷം കഴിഞ്ഞിട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? നമുക്ക് വേഗം കിട്ടണ്ടേ?
അപ്പൊ ഇങ്ങനെ മാറ്റി മാറ്റി പോകരുത്. സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് കിട്ടണം. ക്ലിയർ ആണ്. അപ്പോ ഇങ്ങനെ ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സൗഹൃദമാക്കുക എന്നുള്ളതാണ്. ദേശീയതലത്തില് സംസ്ഥാന തലത്തില് ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് ഇ ഗവേണൻസ്. ഭരണ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരെണ്ണമാണ് ഇ ഗവേണൻസ്. APJ അബ്ദുൽ കലാം എന്തു പറഞ്ഞു? എക്സാം ചോദിച്ചിട്ടുണ്ട്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ തടസ്സങ്ങളില്ലാതെ എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അപ്പൊ ഈ ഗവേണൻസിനെ കുറിച്ച് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. ക്ലിയർ ആണ്. ഭരണ നവീകരണത്തിന്റെ ഭാഗമാണ് ഈ ഗവേണൻസ് എന്ന് നമ്മൾ ഓർക്കണം. അടുത്തത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഗവേണൻസ്, വെരി ഇമ്പോർട്ടന്റ് എക്സാമിന്റെ ചോദ്യം. ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തില് എളുപ്പത്തില് ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആണ്. ഈ ഗവേണൻസ് ഒക്കെ നമുക്കിപ്പോ അറിയാം. അപ്പൊ ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. അപ്പൊ അക്ഷയ കേന്ദ്രം, നമ്മളെല്ലാം അക്ഷയയിൽ പോകില്ലേ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട്? ജനങ്ങളെ എല്ലാം കമ്പ്യൂട്ടറൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഈ സാക്ഷരരാക്കണം എന്നുള്ളത് അക്ഷയയുടെ ഒരു ദൗത്യമാണ്. പിന്നെ നമുക്ക് ഈ ഗവേണൻസിലൂടെയുള്ള വിവരങ്ങൾ, ഗവൺമെന്റിന്റെ സേവനങ്ങൾ അനുഭവിക്കാനും പ്രയോജനപ്പെടുത്താനും ഉള്ള ഒരു സംരംഭം കൂടിയാണ് അക്ഷയ കേന്ദ്രം. ഓക്കെ ആണ്. അപ്പൊ ഈ ഗവേണൻസ് വന്നപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. നമുക്ക് ഓഫീസിൽ പോയി കാത്തുകെട്ടി നിൽക്കേണ്ട. സേവനം കുറഞ്ഞ ചെലവിലാണ്, വേഗത്തിലാണ്, കാര്യക്ഷമതയുണ്ട്, ഗുണമേന്മ വർദ്ധിച്ചു. ഇനി ഈ സാക്ഷരത നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് തന്നെ ഇരുന്ന് ഒരു ആപ്ലിക്കേഷൻ അയക്കാം, അതിന്റെ റിസൾട്ട് നമുക്ക് ഉടൻ തന്നെ കിട്ടുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട് വിവരങ്ങളൊക്കെ, അല്ലെ? അപ്പൊ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നു. 2005 വിവരാവകാശ നിയമങ്ങൾ നിലവിൽ വന്നത്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോ 2005 വിവരാവകാശ നിയമം വന്നു. പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് ഇത് നൽകുന്നത്. വിവരാവകാശം വന്നതുകൊണ്ട് അഴിമതി നിയന്ത്രിക്കാൻ പറ്റുന്നു, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നു, സുതാര്യമായി. അപ്പോ കാര്യങ്ങളൊക്കെ സുതാര്യമായി. നമുക്ക് തന്നെ ഇപ്പോ പിണറായി വിജയൻ മുഖാമുഖം നടത്തി. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തിനാണ് നടത്തിയത്? എത്ര രൂപ ചിലവായി? നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് ചോദ്യം ചോദിക്കാം. ഇപ്പൊ PSC ഓഫീസിലെ നിയമനങ്ങൾ നടത്തുന്നില്ല, അപ്പൊ എത്ര നിയമനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു? എന്തുകൊണ്ട് വിളിക്കുന്നില്ല? നമുക്ക് തന്നെ ചോദ്യങ്ങൾ എഴുതി ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അവർ ആൻസർ ചെയ്തേ പറ്റൂ. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് രൂപീകരണത്തിന് ഇത് സഹായകമാകും. അപ്പോ അഴിമതി ഒഴിവാക്കാൻ പറ്റും, ഉത്തരവാദിത്വം ഉണ്ടാകും, ഉദ്യോഗസ്ഥർക്കിടയിൽ സുതാര്യമാകും. ക്ലിയർ ആണ്. വിവരങ്ങള്, പൊതുവായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പൗരന്മാർക്ക് ആവശ്യപ്പെടാം, അവർക്കത് ലഭ്യമാകും. ഇനി വിവരാവകാശ കമ്മീഷൻ. ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയല്, രേഖ, പ്രമാണം, സർക്കുലർ, മെമ്മോ, ഉപദേശം, ഉത്തരവ്, കരാറ്, സ്ഥിതിവിവര കണക്ക്, റിപ്പോർട്ട്, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിൾ, മാതൃക, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ച വിവരം, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, ഇതൊക്കെയാണ് പൊതുവിവരത്തിൽ പെടുന്നത്. ഇത് അറിയാനുള്ള അവകാശം സർക്കാർ സ്ഥാപനം, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനം എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കാനും അതിന്റെ ഒരു കോപ്പി, പകർപ്പ് CD-യിലോ ഫ്ലോപ്പിലോ ഒക്കെ ആവശ്യപ്പെടാനും നമുക്ക് പറ്റും. എന്നാൽ ചില വിവരങ്ങൾ നമുക്ക് തരില്ല. അതും എക്സാമിന്റെ ഒരു സ്ഥിര ചോദ്യമാണ്. ഏതൊക്കെ വിവരങ്ങൾ കിട്ടും, ഏതൊക്കെ വിവരങ്ങൾ തരില്ല? തരാത്തത് എന്തായിരിക്കും? രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നത്, അഖണ്ഡതയെ ബാധിക്കുന്ന വിവരങ്ങൾ തരില്ല. ഇനി ഏതെങ്കിലും കോടതിയുടെ പരിഗണനയിലുള്ളവ തരില്ല. വ്യക്തികളുടെ ജീവനെയോ സുരക്ഷയോ ഭീഷണിയാകുന്ന വിവരങ്ങൾ തരില്ല. അപ്പോൾ നമ്മൾ ഒരു വിവരം കൊടുക്കുമ്പോൾ വേറൊരു വ്യക്തിയുടെ ജീവൻ അത് ഭീഷണിയാവുമെങ്കിൽ ആ വിവരം കൊടുക്കില്ല. കോടതി പരിഗണനയിലുള്ളത് കൊടുക്കില്ല. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെങ്കിൽ ആ വിവരം കൊടുക്കില്ല. ഓക്കെ ആണ്. അപ്പൊ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരിൽ എത്ര പേരുണ്ടെന്ന് എക്സാമിന്റെ ചോദ്യമാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, 10-ൽ കവിയാത്ത അംഗങ്ങൾ വിവരാവകാശ കമ്മീഷനിലുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട്, 10-ൽ കുറയാത്ത അംഗങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചു, നമുക്ക് മറുപടി തരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മറുപടി തരാൻ പറ്റത്തില്ലെന്ന് നിരസിച്ചു, അതും അല്ലെങ്കിൽ അപൂർണമായിട്ടുള്ളതോ തെറ്റായിട്ടുള്ളതോ തൃപ്തിയില്ലാത്ത ഒരു മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം.
കമ്മീഷൻ നമ്മൾ കൊടുത്ത അപ്പീൽ ശരിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 250 രൂപ മുതൽ പിഴ നൽകണം. 250 ടു 25,000 രൂപ വരെയാണ് പിഴ വരുന്നത്. അതുകൊണ്ട് അവർ വ്യക്തമായി നമുക്ക് വിവരങ്ങൾ തരും. അടുത്തത് സേവനാവകാശമാണ്. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചു കാണുന്ന ഒരു ബോർഡാണ്. നമുക്ക് കുറെ സേവനങ്ങൾ കണ്ടോ, പലതരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് കിട്ടും. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഒരു നിയമമാണ് സേവന അവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണം എന്ന് ഇത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനുള്ളിൽ കിട്ടണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ ഞാനൊരു ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട 5 ദിവസത്തിനുള്ളിൽ നൽകണം. അപ്പൊ ഇങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ദിവസത്തിനുള്ളിൽ ഇവർ കൊടുത്തിരിക്കണം. അപ്പൊ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനുള്ളിൽ പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന് പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥ നിയമത്തിലുണ്ട്. അപ്പൊ സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനും ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. ഇപ്പോ ചിലർക്ക് ഇപ്പൊ വീടിന്റെ ലൈസൻസ് വേണം, അല്ലെങ്കിൽ ഒരു വസ്തു പണിയുന്നു അതിന്റെ ലൈസൻസ് വേണം, ബിൽഡിംഗ് അടിക്കാൻ. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ കിടന്ന് നടത്തിച്ച് നമ്മൾ അങ്ങ് കുഴയും. ഇപ്പൊ അങ്ങനല്ല, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അയച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു മറുപടി കൊടുത്തേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ക്ലിയർ ആണ്. ഇനി ലോക്പാൽ എന്ത്, ലോകായുക്ത എന്ത്? അപ്പൊ നമ്മൾ ഈ ഗവേണൻസിനെ കുറിച്ചാണ് കണ്ടത്. ഈ ഗവേണൻസ് എന്താണെന്ന് കണ്ടു. ഈ ഗവേണൻസിനെ കുറിച്ച് APJ അബ്ദുൽ കലാം പറഞ്ഞത് കണ്ടു. പിന്നെ നമ്മൾ അക്ഷയ എന്ന സംരംഭത്തെ കുറിച്ച് കണ്ടു. ക്ലിയർ ആണ്. അക്ഷയ. പിന്നെ ഏതാണ്ട് വിവരാവകാശ നിയമത്തെ കുറിച്ച് കണ്ടു. അതെന്താണ്, ഏതൊക്കെ വിവരങ്ങൾ കിട്ടും എന്ന് കണ്ടു. സേവന അവകാശ നിയമങ്ങൾ കണ്ടു. ലോക്പാലും ലോകായുക്തയും ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രതലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. എക്സാമിന്റെ സ്ഥിര ചോദ്യമാണ് എന്താണ് ലോക്പാൽ. ദേശീയതലത്തിൽ അഴിമതി തടയാൻ ലോക്പാലാണ്. പാലാണ് ദേശീയതലത്തിൽ പാല്. ഇപ്പൊ 1ാം സ്ഥാനമായില്ലേ മിൽക്ക് ഉൽപാദനത്തിൽ ഇന്ത്യ, പാൽ ഉൽപാദനത്തിൽ. പൊതുപ്രവർത്തകർക്ക് എതിരെയും നമ്മുടെ രാഷ്ട്രീയക്കാർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ അഴിമതി മാത്രമല്ല, രാഷ്ട്രീയക്കാർ അഴിമതി കാണിച്ചാലും അതിനെതിരെയും അഴിമതി കേസ് അന്വേഷിക്കാം, നടപടികൾ സ്വീകരിക്കാം ലോക്പാല്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കാൻ സ്ഥാപനം ലോകായുക്തയാണ്. എക്സാമിന്റെ സ്ഥിര ചോദ്യമാണ് ലോകായുക്ത, ലോക്പാല്. യുക്ത സംസ്ഥാന തലത്തിലാണ്. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. ഇനി അടുത്തതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CGC. എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾ, മറ്റേത് ഉദ്യോഗസ്ഥര്, രാഷ്ട്രീയക്കാർ. ഇത് ഗവൺമെന്റ് ഓഫീസുകൾ. ഈ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അഴിമതി തടയുന്നതിന് ദേശീയതലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഏത് വർഷമാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1964 ഇത് നിലവിൽ വന്നത്. 1964. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ളതാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ആരുണ്ട്? ഒരു കമ്മീഷണർ ഉണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലേ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. 10 കുറയാത്ത അംഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കമ്മീഷണർ. എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസർ പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് കേസുകൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. അപ്പോ അഴിമതി തടയുക തന്നെയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ലക്ഷ്യം. ദേശീയതലത്തിലുള്ള സ്ഥാപനമാണ്. 1964 സ്ഥാപിച്ചത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലുമുണ്ട് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അപ്പോ ഇവിടെയും അഴിമതികളൊക്കെ നോക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഓക്കെയാണ്. അപ്പൊ ഈ വിജിലൻസ് കേസുകളൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന കോടതികളുമുണ്ട്. ഇനി അടുത്തത് എന്താണ് ഓംബുഡ്സ്മാൻ? ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ പൊതുഭരണത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവരുടെ അഴിമതി, സ്വജനപക്ഷപാതം, ധന ദുർവിനിയോഗം, ഇങ്ങനെ ചുമതലകളിൽ വീഴ്ച, ഇതൊക്കെ വരുത്തുകയാണെങ്കിൽ ഇതിനെതിരെ പരാതി നൽകാം. അതിനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ആരെയാണ് നിയമിക്കുന്നത്? സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി. വെരി ഇമ്പോർട്ടന്റ്. ഇനി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓംബുഡ്സ്മാന്റെ അടുത്ത് നേരിട്ട് പോയി പരാതി കൊടുക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ക്ലിയർ ആണ്.
ബാങ്കിംഗ് രംഗത്ത് പരാതി കേൾക്കാൻ പരിഹരിക്കാൻ ഓംബുഡ്സ്മാൻ ഉണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഓംബുഡ്സ്മാൻ ഉണ്ട്. പിന്നെ നമ്മളുടെ എവിടെയുണ്ട്, തദ്ദേശ സ്വയംഭരണ ഭാഗത്ത് ഓംബുഡ്സ്മാൻ ഉണ്ട്. ഇപ്പൊ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും ഓംബുഡ്സ്മാനെ നിയമിച്ചു കുട്ടികളുടെ പരാതി കേൾക്കുന്നതിന് വേണ്ടി. സേവനങ്ങൾ വൈകി നൽകുന്നു, സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നു, സേവനത്തെ ഔദാര്യമാക്കുന്നു. ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് ഇതിനെ കണക്കാക്കുന്നത്. സേവനം വൈകിപ്പിച്ചാലും അതൊരു അഴിമതിയാണ്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ല, പൊതുജനങ്ങളുടെ അവകാശമാണ്. ഇതാണ് പൊതുഭരണ സംവിധാനത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയത്. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം, അവരുടെ സവിശേഷതകൾ കണ്ടു, പൊതുഭരണത്തിന്റെ പ്രാധാന്യം കണ്ടു, ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്, ഗ്രാമസ്വരാജ് കണ്ടു, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇതിന്റെ എക്സാമ്പിൾസ് കണ്ടു. ഈ ഭരണ നവീകരണത്തിൽ ഗവേണൻസ് പഠിച്ചു, നമ്മുടെ വിവരാവകാശം പഠിച്ചു, സേവനാവകാശം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, ഇത് ഇത്രയും പഠിച്ചു. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? വളരെ ഈസി ചാപ്റ്റർ ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം, കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷേ എല്ലാ പോയിന്റും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ എക്സാംസിന് വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓരോ വരികളും എക്സാമുകൾക്ക് ചോദിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിക്കുക. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.